ഹലോ, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ബർഗർ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ? അതിന് നമുക്ക് ആദ്യം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള പാറ്റി ഉണ്ടാക്കിയെടുക്കണേ. അതിന് 5 ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ച ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഗാർലിക്, അര സവാള, മുട്ട, പച്ചമുളക്, സോൾട്ട്, സോയാ സോസ് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. പിന്നീട് എല്ലില്ലാത്ത ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകരുത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും ബ്രെഡ് ക്രംസും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിലാക്കി മാറ്റണേ. പിന്നീട് ഇത് മുക്കി പൊരിക്കാൻ നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കുക. ഒരു പാത്രത്തിലേക്ക് എഗ്ഗ്, മൈദ, സോൾട്ട്, വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ പാറ്റിയും ഈ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മുക്കി പൊരിക്കൊന്നും വേണ്ട കേട്ടോ. രണ്ട് സൈഡും അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നെക്സ്റ്റ് ഇത് നമ്മുടെ ബർഗർ ബണ്ണാണ്. അത് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുക്കുംബർ, ടൊമാറ്റോ, കാബേജ്, ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ബർഗർ സോസ് ഉണ്ടാക്കാം. മയണൈസിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും നമ്മുടെ ചില്ലി പൗഡറും ഒറിഗാനോയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓരോ പാറ്റിയുടെ മുകളിൽ ഓരോ ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ അടച്ച് വെച്ചൊരു 5 സെക്കൻഡൊക്കെ വേവിച്ചെടുത്താൽ മതി. പിന്നെ ബർഗർ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ബർഗറിൻ്റെ ഉള്ളിലെ സോസ് ഒഴിച്ചിട്ട് നമ്മളതിലേക്ക് നമ്മളെ കട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ആദ്യം വെച്ച് കൊടുത്തത് നമ്മുടെ കുക്കുംബറാണ്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ സവാള വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കാബേജിൻ്റെ ഒരു ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ചീസിൻ്റെ നമ്മൾ പാറ്റിയിലേക്ക് ചീസ് ആക്കിയെടുത്തതാണ്. അതും ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുകളിൽ വെക്കുന്ന ബണ്ണിലും ഇതേപോലെ സോസ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ.